ഉപ്പൻ ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ലൊരു അടപ്പായസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അതിമനോഹരമായ ഈ അടപ്പായസം വളരെ വേഗത്തിൽ സിമ്പിളായി നമുക്ക് തയ്യാറാക്കാം. അതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി കാണണം. മാത്രമല്ല ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയും വേണം. എങ്കിൽ ഈ പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ പായസം തയ്യാറാക്കാനുള്ള അട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 250 ഗ്രാമിൻ്റെ അടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അട നമുക്ക് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായി നമുക്ക് ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കണം. അതിനായി ഞാനിവിടെ 1.5 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുഴുവൻ തേങ്ങയും പിന്നെ ഒരു തേങ്ങയുടെ പകുതിയും. അതിൻ്റെ പാലാണ് 1-ാം പാലും 2-ാം പാലും 3-ാം പാലുമാണ് ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തതായി അട വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു വലിയ പാത്രത്തിൽ ഏകദേശം ഒരു 3 ലിറ്റർ അല്ലെങ്കിൽ 4 ലിറ്ററോളം വെള്ളം നമുക്ക് വേണം. ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചതിന് ശേഷം അട ഇതിലേക്കിട്ട് ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. അട നല്ലതുപോലെ വെന്ത് കിട്ടണം. വെന്തതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് കോരിയെടുക്കണം. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ച് അട വേവിക്കാനായി വെക്കണം. ഈ അട വെന്ത് കിട്ടാനായി ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്ക് വേണ്ടി വരും. ഈ സമയത്ത് ഈ അട വേകുന്ന സമയത്ത് നമുക്ക് ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 500 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 100 ഗ്രാം ചവ്വരി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ചവ്വരി വെള്ളം നല്ലതുപോലെ ഒഴിച്ച് അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി അട വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അട ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഈ അട വേവിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. പാത്രത്തിൻ്റെ അടിയിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അട ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസം വെച്ച് തുടങ്ങാം. അതിനായി ഞാനിവിടെ വലിയൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഈ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നെയ്യിൽ അട ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് നമുക്കിതിനെ നന്നായിട്ടൊന്ന് നെയ്യിൽ വഴറ്റി എടുക്കണം. അതിനുശേഷം ഉരുക്കി വെച്ചിരുന്നതായ ശർക്കരപ്പാനി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അരിച്ച് തന്നെ നമ്മളിതിലേക്ക് ഒഴിക്കണം. ഈ അട ശർക്കരപ്പാനിയിൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായി ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം തിളച്ച് ശർക്കരപ്പാനിയൊക്കെ ഒരല്പം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചതായ ചവ്വരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വരിയും കൂടെ ചേർത്ത് ഇനി നമ്മൾ കുറച്ച് നേരം ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കരയും ചവ്വരിയും നമ്മൾ അടയും എല്ലാം ഒരുപോലെ നല്ലതുപോലെ തിളച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് 3-ാം പാലാണ്. 3-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 4 മിനിറ്റ് വരെ നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. ഇതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് ഏലക്കയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 7 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചതച്ച് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 4 മിനിറ്റോളം വീണ്ടും നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരയുടെ ഈ മണം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 3-4 സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇടാൻ. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്ക് 1-ാം പാൽ ഒന്ന് കുറുക്കിയെടുക്കാൻ. 1-ാം പാൽ ഒഴിക്കുമ്പോൾ ഇത് തിളയ്ക്കാൻ പാടില്ല. ഏകദേശം 2-3 മിനിറ്റ് വരെ നമുക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്കിതിലേക്ക് വറുത്ത് ചേർക്കാനുണ്ട്. അതിനായി ഞാനിവിടെ ഒരു 3 സ്പൂണോളം നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്.
അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിന് എണ്ണ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചേർക്കാം. കൂടുതലോ കുറവോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു ചുമന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ഇതെല്ലാം വറുത്തെടുക്കാൻ. ഇവ രണ്ടും ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിനെ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ മൊത്തത്തിലൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആരും കൊതിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ പായസം ഇവിടെ റെഡി ആയിട്ടുള്ളത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിത് കണ്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.